വീരന്മാരെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. കുറേ നാൾ കൂടിയിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഇടുന്ന വീഡിയോ ആണിത്. അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം ചില വീഡിയോകളൊക്കെ ഇതുപോലെ വെർട്ടിക്കലായിരിക്കും. കാരണം ഞാൻ ഒരു ക്യാമറാമാൻ, നമ്മുടെ മെയിൻ ക്യാമറാമാനെ കൊണ്ടുപോയിട്ടില്ലായിരുന്നു. എൻ്റെ ജഗദീഷ് ഒരു സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ ഹണിമൂണിന് ഒറ്റയ്ക്ക് പോയി. പക്ഷേ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. ഇന്ന് കുറച്ച് എക്സോട്ടിക് കാർസാണ് നമ്മൾ ഡ്രൈവ് ചെയ്തൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഈ വീഡിയോയുടെ അവസാനം ഏതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അത് എൻ്റെ മാത്രം ഒപ്പീനിയൻ ആയിരിക്കും. അല്ലാതെ ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് കാർ എന്ന് പറയാനൊന്നും പറ്റില്ല. എല്ലാം ബെസ്റ്റ് കാറാണ്. അതുപോലെ എൻ്റെ റേറ്റ് എത്രയാണ്, എന്നാണ് പോയത്, എത്രയൊക്കെയായി എന്നുള്ള കാര്യങ്ങൾ വീഡിയോയുടെ അവസാനം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ആദ്യം ഡ്രൈവ് ചെയ്യുന്നത് പോർഷെ ആയിരുന്നു. ചില വീഡിയോകൾ ഇതുപോലെ ഞാൻ പറഞ്ഞത് വെർട്ടിക്കലായിരിക്കും. ഇതുപോലെ വെർട്ടിക്കൽ വീഡിയോ എടുക്കാൻ കാരണം എൻ്റെ കൂട്ടിലിരിക്കുന്ന ഒരു കംപ്ലീറ്റ് സ്ട്രേഞ്ചറാണ്. പുള്ളിക്ക് കനവ് തോന്നി എടുത്തു തന്നെയാണ് ഈ വീഡിയോ. ഞാൻ വിചാരിച്ചു എനിക്ക് എടുക്കാൻ പറ്റുക പുള്ളി ഡ്രൈവ് ചെയ്യുമ്പോൾ മാത്രം ഒരു വീഡിയോ എടുക്കാനേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷേ പുള്ളി ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. ഞങ്ങളൊരു കംപ്ലീറ്റ് സ്ട്രേഞ്ചറായിട്ട് മീറ്റ് ചെയ്തൊരു കിടിലം കാർ ഗൈസ് ആയിട്ട് പിരിയായിരുന്നു. അതാണ് കാർസിൻ്റെ ഒരു പ്രത്യേക ഒരു ജീവനില്ലാത്തൊരു വസ്തു നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും ജീവനുള്ള ഒരുപാട് ആൾക്കാരെക്കാളും നമുക്ക് ഒരു ആത്മബന്ധം തോന്നുന്നത് ചിലപ്പോൾ വണ്ടികളോടായിരിക്കും. അതിനൊരു ഭയങ്കര വണ്ടി ഒക്കെ ഉണ്ടാവണമെന്നില്ല. ചിരിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഒരു പോർഷയാണ് ഓടിക്കാൻ കിട്ടിയത്. ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്ന ഒരു പോർഷയാണത്. ഈ വന്ന രാജ്യങ്ങളുടെയൊക്കെ പ്രത്യേകതയും അതാണ്. നമ്മുടെ രാജ്യത്ത് പോർഷ ഇല്ല എന്നല്ല, പക്ഷെ അത് ആക്സസിബിൾ അല്ല എല്ലാവർക്കും. ആക്സസിബിൾ ഉള്ള ആൾക്കാർക്ക് അത്ര അൾട്രാ റിച്ച് ആൾക്കാരായിരിക്കും. നമുക്കൊരു അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ആളാണെങ്കിൽ പോലും, നല്ലൊരു പൈസ സ്പെൻഡ് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് അതിനുള്ള ആക്സസ് ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുന്നതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും ആക്സസും കിട്ടും ഇതുപോലുള്ള കാര്യങ്ങളിലോട്ട്. ഇങ്ങനെ ഒരു ഐഡിയ വരാൻ മെയിൻ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നാളായിട്ട് ഞാൻ വന്നിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. അപ്പോൾ എത്ര നാളായിട്ട് നിന്ന് ഇവിടെ അങ്ങനെ അഡ്രിനാലിൻ റഷ് കിട്ടുന്നൊരു സാധനം ഞാനിതുവരെ ചെയ്തിട്ടില്ല. ഇവിടുത്തെ വണ്ടർലാൻഡിൽ പോയിട്ട് കുറച്ച് റഷ് ഉണ്ടായെങ്കിലും പക്ഷെ അതൊന്നുമല്ല, നമുക്ക് എത്ര എക്സൈറ്റിംഗ് ആയിട്ട് അത്ര ഹാപ്പി ആയിട്ട് ഉണ്ടാകുന്ന എന്തെങ്കിലും സാധനം വേണം എന്നുള്ള നിർബന്ധത്തിലാണ് ഞാൻ ഇങ്ങനൊരു പരിപാടിക്ക് ഇറങ്ങി തിരിച്ചത്. ഇതിപ്പോൾ നമ്മൾ നാല് കിടുക്കാച്ചി കാറുകൾ എന്ന് പറയുന്നത്. കിടുക്കാച്ചി കാർ എന്ന് വെച്ചാൽ എല്ലാവർക്കും ആഗ്രഹമുള്ള 4 വലിയ വണ്ടികൾ. എന്നെങ്കിലും ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ ഒരു വണ്ടിയിൽ എൻഡപ്പ് ചെയ്യണം എന്നാഗ്രഹിക്കാത്ത ഒരു ആമ്പിള്ളേരും കാണത്തില്ല. ആമ്പിള്ളേർ മാത്രമല്ല പെമ്പിള്ളേരും കാണില്ല. ഇപ്പം വണ്ടികൾ ഓടിച്ച് പരിചയം ഉണ്ട് എല്ലാവർക്കും. ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു വണ്ടികൾ ഇഷ്ടമായിരിക്കും. ഒന്ന് ഡെഫിനറ്റ്ലി പോർഷ് അങ്ങനെ എങ്ങനെ വേണമെങ്കിലും പറഞ്ഞാലും വണ്ടി പോകുന്ന ഒരു വണ്ടിയാണ്. ഇത് 911 ആണ്. GT3 എന്നല്ല, ഒരു ബേസ് 911 ആണ്. അതിൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടിൽ പോകുന്ന ഔഡി R8 അതിൻ്റെ മുമ്പിൽ പോകുന്ന ലാംബോർഗിനി ഹുറാക്കാനുമാണ്. അവൻ്റെ ഡോർ തരാമെന്ന് പറഞ്ഞ് അവന്മാർ പറ്റിച്ചാണ്. അവൻ്റെ ഡോർ ആണെന്ന് വിശ്വസിച്ചായിരിക്കും ബാക്കിയുള്ളവർ ഡ്രൈവ് ചെയ്യുന്നത്. ഞാൻ വന്നിട്ട് ചോദിച്ചായിരുന്നു അവൻ്റെ ഡോർ എന്തേ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, അയ്യോ അവൻ്റെ ഡോർ ഷോപ്പിലാണ്, പകരം നമ്മൾ ഹുറാക്കാൻ ചെയ്തു. പക്ഷേ എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു V6, ഒരു V10, V8 ഞാൻ ഓടിച്ചിട്ടുണ്ട്. ഒരു V12 അല്ലെങ്കിൽ ഒരു V16 ഒന്നും ഓടിക്കാൻ പറ്റണമെന്നില്ല, ഭാവിയിൽ പറ്റുമായിരിക്കും. ഒരു V12 ഓടിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം ഈ പറഞ്ഞ പോലെ V10 ആണ് ഈ R8. അപ്പോൾ അതെനിക്കറിയായിരുന്നു. V12 ആണ് അവൻ്റെ ഡോർ. പക്ഷേ ഫോർച്യുനേറ്റ്ലി ഓർ അൺഫോർച്യുനേറ്റ്ലി ഈ V10 തന്നെയാണ് ഔഡി R8-നകത്തിരിക്കുന്ന ഈ V10 എഞ്ചിൻ തന്നെയാണ് ലാംബോർഗിനി ഹുറാക്കാനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ 2 സെയിം ആത്മാവുള്ള 2 ശരീരമാണ്, അങ്ങനെ വേണേൽ പറയാം. 2 ബോഡി മാത്രമേ ഉള്ളൂ വ്യത്യാസം. പിന്നെ ട്യൂണിങ് വ്യത്യാസമായിരിക്കും, സീറ്റിംഗ് പൊസിഷൻ, ഇതെല്ലാം വ്യത്യാസമായിരിക്കും. അത് ഓടിച്ച് നോക്കുമ്പോഴല്ലേ നമുക്ക് വ്യത്യാസങ്ങൾ. പക്ഷേ എൻജിൻ സെയിമാണ്. ഇത് വന്നപാടെ ഇവന്മാർ പോർഷയിലൊന്നും ഒതുക്കാൻ നോക്കിയിരുന്നു. കാര്യം പോർഷയ്ക്ക് പകരം നമുക്ക് ഫസ്റ്റ് കിട്ടിയത് ഇവിടെ ഷെവിയുടെ ഒരു കോർവെറ്റ് എന്ന് പറഞ്ഞൊരു വണ്ടിയുണ്ട്. അതൊട്ടും മോശം വണ്ടിയില്ല. അതൊരു V8 കാറാണ്. പക്ഷെ അത് നമ്മൾ ഡെയിലി കാണുന്ന വണ്ടിയാണ്. ഒരുപാടിടത്ത് കണ്ട് അതൊരു യുണീക്ക് കാറെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുണീക്ക് കാറാണ്. അതിപ്പോൾ ഷെവി കോർവെറ്റ് എനിക്കില്ല, അങ്ങനെ പലർക്കും ഇല്ല. ഇവിടെ ഒരു മിഡിൽ ഏജ് അല്ലെങ്കിൽ ഒരു സീനിയർ സിറ്റിസൺസ് അവർ റിട്ടയറൊക്കെ ആകുമ്പോൾ എടുക്കുന്നൊരു വണ്ടിയാണ് അങ്ങനത്തെ ഒരു വണ്ടി. പക്ഷേ അത് നമ്മൾ ഒരുപാട് കണ്ടു. നമുക്ക് യുണീക്കായിട്ടുള്ള വണ്ടികൾ കിട്ടണം. അങ്ങനെ ഞാനും പിന്നെ അവിടെ ഒരു ബ്ലൂ ടോപ്പ് ഇട്ടൊരു പുള്ളിക്കാരി ഉണ്ടായിരുന്നു. ബാക്കി ആരും ചോദിച്ചില്ല. പുള്ളിക്കാരി ഞാനും മാത്രമാണ് ആകെ പോയി ചോദിച്ചത്.
ഇതിൻ്റെ അകത്ത് ഇപ്പം അവൻ്റെ ഡോറില്ല, ഓക്കെ, ബാക്കി രണ്ടും തന്നെ ഉള്ളൂ. ഇതിനെ സ്വിച്ച് ചെയ്തിട്ട് നമുക്ക് പോർഷെ തരാമെന്ന് പറഞ്ഞു. പോർഷയ്ക്ക് വേണ്ടിയിട്ടാണ് ആക്ച്വലി ആൾക്കാർ വന്നത്. ഈ 3-4 വണ്ടികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ ഇത് ഓടിക്കാൻ വരാൻ കാരണം ഈ ഒരൊറ്റ വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടി അവർ മാറ്റി നിർത്തിയപ്പോൾ ആൾക്കാർ ചോദ്യം ചെയ്തു എന്തുകൊണ്ട് അതില്ല. അപ്പം അതാണ് വാട്സാപ്പ് പവർ. അവരാ വണ്ടി ഇറക്കി. അപ്പോൾ എല്ലാ വണ്ടി അവർക്കില്ല, ആ ഷോപ്പിലാണ്, അങ്ങനെ എക്സ്ക്യൂസസ് പറയാൻ പറ്റത്തില്ല. അവരതുകൊണ്ട് ആ വണ്ടി ഇറക്കി. അപ്പോൾ പോർഷ 911 അല്ലെങ്കിൽ പോർഷ 911 ഏകദേശം 389 ഹോഴ്സ് പവർ മുതൽ 700 ഹോഴ്സ് പവറുള്ള ഒരു പോക്കറ്റ് റോക്കറ്റ്. ഇതാണ് ആക്ച്വലി പോക്കറ്റ് റോക്കറ്റ്. നമ്മളെ മിനി കൂപ്പേഴ്സിനെയും അല്ലെങ്കിൽ ഗോൾഫിനെയും പോട്ടെ ഫോക്സ് വാഗൻ പോളോയ്ക്ക് വരെ ഇട്ടുകൊടുക്കുന്ന പേരാണെങ്കിലും ഇതാണ് ആക്ച്വലി ഒരു കാർ എന്തൂസിയാസ്റ്റിൻ്റെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ലാസ്റ്റ് ഓൺ ചെയ്യേണ്ട കാർ ഒരു പക്ഷേ പോർഷ ആയിരിക്കും. ഒരുമാതിരി ഇൻ്റർവ്യൂസിലും ഒരുമാതിരി ഏത് ആൾക്കാരുടെ അടുത്ത് ചോദിച്ചാലും ഒരു പക്ഷേ അവർ പറയുന്ന ഒരു പോർഷ അതെനിക്ക് വേണം. കാരണം അതാണ് ഈ ഫോക്സ് വാഗൻ ഓൺ ചെയ്യുന്ന ഒരുതരം എല്ലാ കമ്പനികളിലും ഡ്രൈവിങ് ചെയ്യാൻ ഭയങ്കര രസമായിരിക്കും. അപ്പോൾ ഫോക്സ് വാഗൻ തന്നെ ഓടിക്കാൻ ഒരുപാട് രസമാണ്. ജർമ്മൻ എഞ്ചിനീയറിൻ്റെ ഒരു പ്രത്യേകതരം ഒരു മാജിക്കാണ് ഈ ഒരു ചിരി കണ്ട ആ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ ഒരു ചിരി വരും. ആ ചിരി വരണം, അല്ലെങ്കിൽ അതൊരു ബോറിങ് റൈഡായിരിക്കും. മാത്രമല്ല ഈ റോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കനേഡിയൻ റോഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ്സ് ആയിരിക്കും. കാരണം സ്ട്രെയിറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ. ഈ കേർവ്സ് ഒക്കെ വളരെ ചുരുക്കി കാണാറുള്ളൂ. അപ്പോൾ ഈ റോഡിൻ്റെ പ്രത്യേകത അതുപോലെയാണ്. സാധാരണ ഒരു ഹൈവേ റോഡിലല്ല അവർ നമ്മളെ കൊണ്ടുപോയിക്കുന്ന ഒരു കൗണ്ടി കൂടെയാണ്. ആ കൗണ്ടിയിൽ തന്നെ ഒരുപാട് കേർവ്സ് ഉണ്ട്. ഒരു 40-50 കേർവ്സ് ഉണ്ട്. ഒരു 100 അവർ അവകാശപ്പെടുന്നെങ്കിലും 100 ഒന്നും ഇല്ല. അത് പിന്നെ ബിസിനസ്സാണല്ലോ. അവർ 3 hour ഡ്രൈവ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചു 4 വണ്ടി 3 മണിക്കൂർ ഓടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ ഒരു ഡീസൻ്റ് എമൗണ്ട് ഓടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റി. ഒരു 1.5 hour പോലും നമ്മൾ ആക്ച്വലി ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുന്നില്ല. 1.5 hour നമ്മൾ വണ്ടിയിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഒരു മണിക്കൂർ 15 മിനിറ്റ് ഒരു പക്ഷേ ഇരിക്കുമായിരിക്കും. ബാക്കി 1 മണിക്കൂർ പാസഞ്ചർ സീറ്റിലായിരിക്കും ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വണ്ടി നിർത്തി നമ്മൾ കുറച്ച് ചിറ്റ്ചാറ്റൊക്കെ ചെയ്ത് ആ വന്ന ആൾക്കാരിൽ മലയാളിയായിട്ട് ഇന്ത്യനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ എൻ്റെ തൊട്ടടുത്ത് ഇരിക്കുന്ന ആൾ പുള്ളി ആക്ച്വലി വന്ന് കയറുന്നത് ഒരിച്ചിരി അതിനിടയ്ക്ക് ഇത് ഒരു വാക്കി ടോക്കി അവർ തന്നിട്ടുണ്ട്. എല്ലാ കാർസിനകത്ത് ഓരോരോ വാക്കി ടോക്കി വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ നിർത്തുന്നതിന് മുമ്പ് അവർ ഇതുപോലെ ഒരു മെസ്സേജ് ഇടും. അപ്പോൾ അതിനുശേഷം നമുക്ക് മനസ്സിലാവും ഈ വണ്ടി പതുക്കെ ഒതുക്കുന്നത്. അപ്പോൾ നമ്മുടെ കോ റൈഡർ ഞാനും അയാളും പരസ്പരം യാതൊരു പരിചയമില്ലാത്ത രണ്ടുപേരാണ് ഒരു കാറിലിരുന്ന്. പുള്ളിയുടെ ഡ്രൈവിങ് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഞാൻ അത്ര സേഫ് ആയിരിക്കത്തില്ല. പുള്ളിക്ക് എൻ്റെ ഡ്രൈവിങ് അറിയത്തില്ല. പുള്ളി ഒരു ഫാമിലി മാനാണ്. ഒരു 40s 50s പുള്ളി. പക്ഷെ പുള്ളിക്ക് ഫാദേഴ്സ് ഡേക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയതാണ്. പുള്ളിയുടെ മക്കൾ കൊടുത്തൊരു ഗിഫ്റ്റാണ്. ഡാഡി പോയിട്ട് വാ, ഡാഡിയുടെ ഒരു വലിയ ഡ്രീമല്ലേ ലക്ഷറി കാർസ് അല്ലെങ്കിൽ സ്പോർട്സ് കാർസൊക്കെ ഡ്രൈവ് ചെയ്യണേ, ഗോ ഫോർ ഇറ്റ്, കം വിത്ത് എ സ്മൈൽ എന്നൊക്കെ പറഞ്ഞു വിട്ടതാണ്. അപ്പോൾ പുള്ളിയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് പുള്ളിയാണ് അപ്പുറത്തന്നെ വണ്ടി ഓടിക്കുന്നത്. ആദ്യമൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഗോയിങ് ഫോർവേഡ് നമുക്ക് വീഡിയോയുടെ എഡിറ്റിങ്ങിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു ഭയങ്കര പേടിയായിട്ട് തുടങ്ങിയ ഒരാൾ എങ്ങനെയാണ് ഓടിക്കുന്നതെന്ന് വരെ വീഡിയോയുടെ അവസാനം നമുക്ക് ആ ചേഞ്ച് മനസ്സിലാവും. അപ്പോൾ ഇനി കുറച്ച് നേരം നമുക്ക് ഈ വണ്ടി പോകുന്ന സ്ഥലങ്ങളിലൂടെയും വണ്ടിയുടെ സൗണ്ടും ഒക്കെ ഒന്ന് എൻജോയ് ചെയ്യും. അതിനിടയ്ക്ക് ഞാൻ ഒന്ന് ഇൻ്റർപ്രറ്റ് ചെയ്തോളാം.
Yeah. That's probably why they're not approved. It's an uphill. That's a good one. I thought I was gonna be able to like let it go. Yeah. He's gonna do it. Doing the same. ആ ഫ്രണ്ടിൽ പോയതാണ് ഓഡി R8. അപ്പം അവർ ഒരച്ഛനും മകനുമുണ്ട്. അപ്പോൾ പുള്ളി കണ്ടപ്പോൾ ഞാൻ ആദ്യം ഭയങ്കര ഇതായിട്ട് ഇപ്പോൾ അവനൊരു 18 വയസ്സൊന്നും കാണില്ല, ചിലപ്പോൾ 18 വയസ്സ് 19 വയസ്സ് കാണുമായിരിക്കും. പുള്ളി ഇപ്പോൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നമുക്കൊരു എക്സ്പ്ലോറർ പോകുന്നുണ്ട്, ഒരു ഫോർഡ് എക്സ്പ്ലോറർ. അവരാണെങ്കിൽ ഒരു ആക്ച്വൽ ഗ്യാപ്പ്, നല്ലൊരു ഗ്യാപ്പ് വരും. അപ്പോൾ നമുക്ക് അവരോട് പറഞ്ഞിട്ടുണ്ടോ വണ്ടിയില്ലാത്ത സമയത്ത് അവരങ്ങനെ തരണം. ആ സമയത്ത് നമുക്ക് മാക്സിമം ആക്സലറേഷൻ കൊടുത്തിട്ട് വണ്ടി ഫ്ലോർ ചെയ്യാം. അപ്പോൾ അതാണ് പുള്ളി നേരത്തെ ചെയ്തത്. പുള്ളി നല്ലൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ആ വണ്ടി അടിപൊളി വണ്ടിയാണ്. അപ്പോൾ പുള്ളി ഇപ്പോഴേ പഠിപ്പിച്ചു കൊടുക്കുന്നൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ആൻറ്റി ഡ്രഗ്സ് അതുപോലെയുള്ള കാര്യങ്ങളും ക്യാമ്പയിൻസ് നടത്തുന്ന സമയത്ത് ആൾക്കാർക്ക് എൻഗേജിങ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ഒരു ഹോബി വേണം. അപ്പോൾ പുള്ളി ഇപ്പോഴേ മകൻ്റെ ഹെഡിൽ കൊടുത്തേക്കുന്ന ഒരു ഏറ്റവും വലിയൊരു അഡിക്ഷനാണ് കാർസ്. അപ്പോൾ അവൻ്റെ 18th അല്ലെ 19th അല്ലെ 20 മാക്സിമം, അതിൽ കൂടുതലൊന്നും അവന് പോയില്ല. അത്രയും വയസ്സുള്ള സമയത്ത് അവൻ ആദ്യം കിട്ടുന്ന എക്സ്പോഷർ ഇത്രയും വലിയൊരു ലഹരിയാണ്. ഈ കാറിൻ്റെ പോലെ ഒരു ലഹരിയൊന്നും വേറെ ഒന്നിനും തരാൻ പറ്റത്തില്ലെന്ന് പറയുകയാണെങ്കിൽ അതുപോലുള്ള വണ്ടികൾ ഓടിക്കണം. അപ്പം എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു 30ാമത്തെ വയസ്സിന് മുമ്പിലൊരു സ്പോർട്സ് കാർ എടുക്കണം. 30 കഴിഞ്ഞു, പക്ഷേ സ്പോർട്സ് കാർ വന്നില്ല. സ്പോർട്സ് കാർ വരാതിരിക്കത്തില്ല. കാരണം ഇങ്ങനത്തേക്ക് ഒരു നമ്മൾ ഇങ്ങനൊരു വണ്ടികൾ ഓടിക്കുമ്പോഴും ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോഴുമാണ് നമുക്ക് ഇത് ഓൺ ചെയ്യണം എന്നുള്ളൊരു ഒരു ഡ്രീം വരികയും അങ്ങനെ ഒരു ലക്ഷ്യം വരികയും അത് മാനിഫെസ്റ്റ് ചെയ്യുന്നതും ഒരുപക്ഷെ ഭാവിയിൽ അത് ഓൺ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ ഓടിക്കുന്ന വണ്ടിയാണ് ഓഡി R8. യാതൊരു പ്രതീക്ഷയില്ലാതെ വന്നു കയറിയ വണ്ടിയാണ്. എൻ്റെ പൊന്നെ, അതിനകത്തിടയ്ക്ക് ഞാൻ പറയുന്നുണ്ട് ദ ലൗഡസ്റ്റ് അമംഗ് ദ ഫോർ. ഈ വണ്ടിയാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും, കാരണം V10 ആണല്ലോ. V10ൻ്റെ ആ ഒരു പ്രത്യേകിച്ച് ഓഡി ഒരു മോസ്റ്റ് അണ്ടർറേറ്റഡ് കാറാണെന്ന് ഞാൻ പറയുള്ളൂ. ഇതുവരെയുള്ള ആൾക്കാർ ഇപ്പോൾ BMസിനെ സപ്പോർട്ട് ചെയ്യുന്നവർ, ബീമർ ഫാൻസും ബെൻസിൻ്റെ ഫാൻസും, ഇതിൻ്റെ രണ്ടിൻ്റെയുടെ ആക്ച്വലി നല്ല കുറേ കാര്യങ്ങൾ ഒത്തിണങ്ങിയ ഒരു വണ്ടിയാണ് ഈ ഓഡി. പക്ഷെ അതുപോലെ തന്നെ ഇപ്പം ബെസ്റ്റ് ഡിസൈനാണോ ഓഡി അല്ലെന്ന് പറയുന്നത്, എന്നാൽ ഏറ്റവും ഫാസ്റ്റാണോ അതുമല്ല. പക്ഷെ ഇതിൻ്റെ രണ്ടിന് ഫാസ്റ്ററാണ് ബെൻസിനേക്കാൾ, എന്നാൽ ഡിസൈൻ സ്ലീക്കാണ് BMനേക്കാൾ. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് വണ്ടി നമ്മൾ ഓടിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് ഓഡി R8 ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് കാർസ് ദാറ്റ് ഓഡി ഹാവ് എവർ മെയ്ഡ് എന്ന് ഞാൻ പറയും. കാരണം V10 ഉണ്ടാക്കുന്ന പവർ മാത്രമല്ല, ഞാനൊരു ഫോക്സ് വാഗൺ ഓൺ ചെയ്യുന്നുണ്ട്, എനിക്കിത് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റി. കാര്യം എന്താണെന്ന് വെച്ചാൽ വണ്ടി ഓടിക്കാനൊക്കെ വളരെ സിമിലറായിരുന്നു ഒരു ഫോക്സ് വാഗൺ കാർ ഓടിക്കുന്ന പോലെ തന്നെ. പിന്നെ ഡെഫിനറ്റ്ലി അതിനകത്ത് കാണുന്ന കാഴ്ചകളും അതിൻ്റെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും എല്ലാം വ്യത്യാസമായിരിക്കും. കാരണം വണ്ടി ഓടിക്കുമ്പോൾ ആ സന്തോഷം എന്ന് പറയായിരുന്നു. ആ വണ്ടി നമ്മുടെ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര, എനിക്ക് ലൗഡ് കാർസ് ഇഷ്ടമാണ് എന്ന് മനസ്സിലാക്കിയത് ഈ വണ്ടി ഓടിച്ചപ്പോഴാണ്. ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് V10 ആണ് ഇതിനകത്തുള്ളത്. നാച്ചുറലി ആസ്പിറേറ്റഡ് കാർസാണ്. ഒരു പക്ഷേ 911 എനിക്ക് ഇഷ്ടപ്പെട്ടത് ഓഡി R8 തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 911 ടർബോ ആണ്. അപ്പോൾ ടർബോ ലാഗൊന്നുമില്ല, പക്ഷെ നാച്ചുറലി ആസ്പിറേറ്റഡിൻ്റെ ആ ഒരു വീര്യം കിട്ടുന്നില്ല.
it's a dead body or something. An animal. This animals, yeah. ഉണ്ടോ, ഇതാണ് നാച്ചുറലി ആസ്പിറേറ്ററിൻ്റെ ആ ലൗഡ് നോയ്സ്. കാരണം ഈ നമ്മൾ ഫ്ലോർ ചെയ്യുമ്പോഴും നമുക്ക് ഈ ഉണ്ടാകുന്നൊരു ഒരു കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ റഷ് എന്തോന്ന് ഫീൽ ചെയ്തത് ഈ ഓഡിയോ റേറ്റിൻ്റെ ഫ്ലോർ ചെയ്തപ്പോൾ അടിച്ച് കയറിയായിരുന്നു മേലോട്ടൊരു സാധനം. ആ സൗണ്ട് കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഉണ്ടായിരുന്നത് ആ സമയത്ത്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ വോയിസ് ഓവർ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഏറ്റവും ശുദ്ധമായ സംഗീതം, ഈ മധുരരാഗഗീതം എന്നൊക്കെ പറയുന്ന പോലെ ഈ ഇലക്ട്രിക് കാർസ് പോലുള്ള വണ്ടികൾ മിസ് ചെയ്യുന്നൊരു കാര്യം ഇതാണ്. ഹൈബ്രിഡ് കാർസ്, ഇലക്ട്രിക് കാർസ് ഒക്കെ മിസ് ചെയ്യുന്ന കാര്യം ഇതാണ്. നമ്മൾ ഈ ഫ്ലോർ ചെയ്യുമ്പോഴോ ചവിട്ടുമ്പോഴോ ഈ ഒരു ഓഫീസ് ടു ഹോം, ഹോം ടു ഓഫീസ് എന്ന് പറയുന്നില്ല, അതാകും ഒരു പക്ഷേ ജീവിതം. പക്ഷേ എന്നാലും ഒരു ഫൺ കാർ, ഒരു വീക്കെൻഡ് കാർ, എന്തെങ്കിലും ഒരു വണ്ടി എല്ലാ വീടുകളിലും ഉണ്ടാവും. ഇനിയുള്ള കാലങ്ങളിൽ എന്താ വീടുകളിലും ഉണ്ടാവും. ഇപ്പോൾ ഒരു വണ്ടിയുള്ള ഒരാൾ പോലും അതൊരു ഫൺ കാർ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റില്ലല്ലോ. അതിൻ്റെയൊക്കെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പോകുന്ന റൈഡ്, ഈ ചില കോട്ട്സൊക്കെ പറയുന്ന പോലെ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഡെസ്റ്റിനേഷൻ, ഇറ്റ്സ് അബൌട്ട് ദ റൈഡ്, ഇറ്റ്സ് അബൌട്ട് ദ ജേർണി. ആ ജേർണിയാണ് ഈ കാറാണ് നമ്മളവിടെ കൊണ്ടുപോകുന്നത്. ആ കൊണ്ടുപോകുന്ന ആ സമയം ഏറ്റവും ബെസ്റ്റ് ആക്കുക. ഇതൊരു അപ്രിസിയേഷൻ എക്സ്ട്രാ വീഡിയോ ക്ലിപ്സ് ആണ് കേട്ടോ. ഈ വണ്ടി ഞാൻ അണ്ടർ റേറ്റ് ചെയ്തുകൊണ്ട് മാത്രം എടുക്കുന്ന സാധനമാണ് ഓഡിയോ റേറ്റ്. അതിൻ്റെ എക്സ്റ്റീരിയർ കണ്ടാൽ പോലും നമ്മളങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. സാധാരണ ഓഡിയോ റേറ്റ് കുറച്ചുകൂടെ വൈഡറായിട്ട് ഉള്ളൊരു ഓഡി എന്നേ തോന്നുള്ളൂ. ഒരു കൺവെർട്ടബിൾ അതിൻ്റെ ബെനിഫിറ്റ്. പക്ഷേ അതൊന്നുമല്ല ഈ ഐറ്റം ഭയങ്കര യമണ്ടൻ ഒരു ഐറ്റമാണ്. ഹാറ്റ്സ് ഓഫ്, റെസ്പെക്റ്റ് എന്നൊക്കെ പറയാൻ പറ്റിയ സാധനം. Yeah, it was on because we made a better sound. What is it? What, it just makes it like louder? Or is that... It's just louder. The exhaust will be active. Like it has like 4 exhausts, same like those. Oh, I see. Like 2 but splitted. പൊന്നു മോനെ, ഇതാണ് മൂന്നാമത്തെ റൈഡ്. ലാംബോർഗിനി Huracan. Everything on that. Oh man, yeah, I was spoiled with the RSA. It was like it was a very cozy ride. Yeah. Oh man, it's not made for this area. മൂന്നാമത്തെ റൈഡ് എന്ന് പറയുമ്പം ഇത്രയും ഞാനും പ്രതീക്ഷിച്ചില്ല. ലാംബോർഗിനി അതെ ഒരു എക്സോട്ടിക് കാറാണ്. സെയിം എഞ്ചിൻ V10 തന്നെയാണ് ഞാൻ. കാരണം R18 അത്ര ഹൈപ്പിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരുവാണ്. എവിടെ ലാംബോർഗിനി ഹുറാക്കാനോട്ട് സെയിം എഞ്ചിൻ. ഞാൻ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, അത്രയും തന്നെ സാധനമാണ്. പക്ഷേ സെയിം എഞ്ചിൻ സെയിം പ്ലഷറിൻ്റെ കൂടെ ഇത് തരുന്നൊരു വാല്യൂ ഉണ്ട്.
ഇതിനിടയ്ക്ക് നമ്മുടെ ഫ്രണ്ട്ഷിപ്പും നമ്മുടെ സ്ട്രേഞ്ചറായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും കൂടി പോകുന്നതാണ്. പുള്ളി ഓപ്പൺ അപ്പ് ആവുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളിൽ തമാശകൾ പറയുന്നുണ്ട്. പക്ഷേ ഈ വണ്ടി കയറി ഇരിക്കുമ്പോൾ ഒരുപാട് ലോ ആയിട്ടിരിക്കണം. നമ്മളൊരു ഭയങ്കര പായ വരിച്ച് നിലത്തിരുന്നിട്ട് മറ്റേ ട്രെൻഡിനകത്ത് ഇപ്പോൾ ഒരു റീൽസിനകത്ത് ഇൻസ്റ്റഗ്രാമിലുള്ളൊരു ട്രെൻഡില്ല വലിച്ചുകൊണ്ടിരുന്നത് ആ സെയിം സാധനമാണ്. വളരെ താഴെയാണ് നമ്മളിരിക്കുന്നത്. കൊച്ചു ഗട്ടർ വരെ അറിയാനൊക്കെ ചാൻസസ് ഉണ്ട്. സസ്പെൻഷൻസൊക്കെ ഭയങ്കര ടൈറ്റാണ്. പക്ഷേ ഈ വണ്ടിക്കകത്തിരിക്കുമ്പോൾ ഒരു ഫീലുണ്ട്. ലിറ്ററലി എ ലേഡി കോപ്പ് സ്മൈൽഡ് അറ്റ് മീ. ഇറ്റ്സ് നോട്ട് എ റെഗുലർ സ്മൈൽ, ഐ കൻ ഇമേജിൻ. ഇത് ഇംഗ്ലീഷിൽ പറയാൻ കാര്യം മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി ഫീൽ തോന്നും. അതുകൊണ്ട് ഇംഗ്ലീഷിലെല്ലാം ഒരു പോളിഷ്ഡ് ലെവലാണ്ട് ആ ലെവലിലോട്ടൊക്കെ പൊക്കോളും. അത്രയ്ക്കൊരു വില നമുക്ക് കിട്ടുന്നുണ്ട്. ആ വണ്ടി പോകുന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇമ്പാക്റ്റ്. അതാണ് ലാംബോർഗിനി. അങ്ങനെയുള്ളവരാണ് ലാംബോർഗിനീസ് ചൂസ് ചെയ്യേണ്ടത്. അല്ലാത്തവർക്ക് R8 ചൂസ് ചെയ്യാം. കാരണം സെയിം ഡ്രൈവിംഗ് പ്ലഷർ കിട്ടും. പക്ഷെ അതൊരു ഔഡി ആയിരിക്കും. പിന്നെ ഒരു 100K നമുക്ക് മുടക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഈ ഗെറ്റ് എ ലാംബോർഗിനി, ഈ ഗെറ്റ് ദിസ് സ്റ്റാറ്റസ്, ഈ ഗെറ്റ് ദിസ് വാല്യൂ. കണ്ട ഫ്രണ്ട്ഷിപ്പ് വളർന്ന് പുള്ളി ഇപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയാം. വണ്ടി കയറുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. ആദ്യം എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു കുറച്ച് നമുക്ക് സ്ലോ ആയിട്ട് പോയിട്ട് പതുക്കെ ഫാസ്റ്റ് ആക്കാമെന്ന്. ഇപ്പോൾ ആ വണ്ടി ആദ്യം നമ്മളുടെ ഇത്രയും ഗ്യാപ്പ് വന്നത് പുള്ളിയാണ് നോട്ടീസ് ചെയ്തത്. എന്നിട്ട് എൻ്റെ അടുത്ത് പറയാം ഫ്ലോർ ചെയ്തിട്ട് പെട്ടെന്ന് പോകാൻ, അടിച്ചു വിടാൻ. കാരണം ഒരു 3/4 മണിക്കൂറത്തെ പരിചയം പോലും ഇല്ല, 1/2 മണിക്കൂറത്തെ പരിചയമുള്ളൂ. എന്നിട്ടാണ് പുള്ളി ഇത്രയും. അതൊക്കെയാണ് ഒരു കാർ കൾച്ചർ, ഇങ്ങനെയൊക്കെയുള്ള ജിം കൾച്ചർ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ. ചില കാര്യങ്ങൾ ഒരേ ടേസ്റ്റിലുള്ള ആൾക്കാർ പെട്ടെന്ന് ഇഴുകിച്ചേരും. അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മൾ രണ്ട് ഏജ് ഗ്രൂപ്പാണ്. മൊത്തത്തിൽ വ്യത്യാസമാണ്. പുള്ളി ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. ആദ്യം വെർട്ടിക്കലി ആയിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളി വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞാൽ എൻ്റെ മഹാഭാഗ്യം. അതിൻ്റെ കൂടെ വെർട്ടിക്കലായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ആദ്യത്തെ കുറച്ച് വീഡിയോ വെർട്ടിക്കലായിട്ടിരുന്നത്. ഇപ്പോൾ കണ്ടോ പുള്ളി ഭയങ്കര ക്രിയേറ്റീവായിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങി. വീഡിയോ ഒക്കെ എടുക്കാൻ ഈ ഒരൊറ്റ ദിവസം കൊണ്ട് പഠിച്ചും കഴിഞ്ഞു. എന്നിട്ട് പുള്ളി എൻ്റെ അടുത്ത് പോസൊക്കെ ചെയ്യാൻ പറയുന്നുണ്ട്. ഞാൻ നിന്നെ എടുക്കാൻ പോകുന്നത് നീ സ്മൈൽ ചെയ്യണം. കണ്ട അതൊക്കെയാണ്. Why do some Lambos have doors up and some doors out? Why? Do you know the difference or why? I'm not sure. I know the Aventador goes up. Yeah, some of the older ones like Diablos and stuff would go up, right? Yeah. Like, But there are like some they custom it to go up. But this one, yeah, it's all it set. has a wide door though. Yeah. It has a wide door, but that's what I don't know. പുള്ളിയിലുള്ള മെയിൻ സംശയമാണ് ഇപ്പോൾ ചോദിച്ചത്. ചില ലാംബോർഗിനീസൊക്കെ ആണെങ്കിൽ ഡോർസ് മുകളിലോട്ട് പൊങ്ങും. ഇതിൻ്റെ പൊങ്ങുന്നില്ലായിരുന്നു. കാരണം ഇത് ഒരു വൈഡ് ഡോർ ആണെങ്കിൽ അത് സാധാരണ നമ്മൾ ഡോർ തുറക്കുന്ന പോലെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഉറപ്പാണ് ഒരുപക്ഷെ ഞാൻ ഒരു നല്ല വണ്ടി എടുക്കുന്നതിനേക്കാളും മുമ്പ് പുള്ളി ഒരെണ്ണം എടുക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം ഒരു പുള്ളി വന്ന രീതിയേ അല്ല. പിന്നെ മൂന്നാമത്തെ കാറിൽ പുള്ളിയുടെ ഒരു 10 year old അല്ലെങ്കിൽ ഒരു 15 year oldൻ്റെ പഴയ നമുക്ക് വണ്ടികളോടൊക്കെ ഉള്ളൊരു ഊർജ്ജമുള്ള ആ കൊച്ചു ചെറുക്കൻ പുറത്തു വന്നു. നമ്മുടെ കേജിലോട്ട് പുള്ളി ചാടി ഇറങ്ങി. ഇപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ നെതർ കോപ്പ് എന്ന് പറയാൻ കാര്യം റെഫറൻസ് ആണ് കേട്ടോ. ആദ്യം നമ്മൾ കണ്ട ലേഡി കോപ്പിനെ മറന്നിട്ടില്ല, അതിൻ്റെ റെഫറൻസ് ആണ്. പക്ഷേ ഇതിൻ്റെ ഇൻറ്റീരിയർ കുറച്ച് ദൃശ്യങ്ങളാണ്. ഇത് ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഒരു സാധനം പോലും വെറുതെ അവർ വിട്ടിട്ടില്ല. ഒരു റേസ് കാറിനുള്ളിനകത്ത് എങ്ങനെ നമ്മളെ ഇരുത്തുന്നോ അതേപോലെയാണ്. അതുപോലെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അടിപൊളിയാണ്. അത് ചുമ്മാ നമ്മൾ പുഷ് ബട്ടൺ സ്റ്റാർട്ടല്ല.
പാഡിൽ ഷിഫ്റ്റും ആക്സിലറേറ്ററും അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ഓടിച്ച ഓരോ വണ്ടികൾ. ലാംബോർഗിനി നമ്മൾ ഓടിച്ചു, Audi R8 ഓടിച്ചു, Porsche 911 ഓടിച്ചു. ഇനി ലാസ്റ്റ് ഒരു ഐറ്റമാണ് വരാനുള്ളത്. മോസ്റ്റ് ഫേമസ് OG നിസാൻ GTR. ഇത് പുള്ളിയുടെ ഒരു എക്സ്റ്റൻഡഡ് ക്ലിപ്പാണ്. പുള്ളി നമ്മുടെ വീഡിയോക്ക് എടുത്ത് തന്നില്ലേ, പുള്ളി ഓടിക്കുന്ന വീഡിയോ നമുക്ക് എടുക്കാം. ഇതിൻ്റെ ഇൻറ്റീരിയർ കുറച്ചുകൂടെ ആക്ച്വലി ക്ലിയർ ആയിട്ട് കാണുന്നത് ഇതിനകത്താണ്. അതായത് ഒരു ഫൈറ്റർ ജെറ്റിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ഈ ടോപ്പ് ഗൺ മേവറിക്കിനകത്തൊക്കെ കണ്ട പോലെ ഒരുതരം ആ ഒരു അഗ്രസീവ് ഇൻറ്റീരിയറാണ് ഇതിനകത്ത് കാണാൻ കിട്ടുന്നത്. With Lambos. Yeah. It's like it was. Just have to be ready. നമ്മുടെ ആശാനാണ് ഇവിടെ ഇരുന്ന് കാര്യം പറയുന്നത്. നമ്മുടെ വണ്ടി ഓടിച്ച എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നത്. ഇതാണ് നിസാൻ GTR. പക്ഷേ ഇതിൻ്റെ ഇൻറ്റീരിയർ വളരെ ബേസിക് ആണ്. ലൈക്ക് റെഗുലർ നിസാൻ, ലൈക്ക് റെഗുലർ നിസാൻ അങ്ങനെ വേണം പറയാൻ. പക്ഷെ വണ്ടി ഓടിക്കാൻ ആക്ച്വലി ഇത് റെയർ വീൽ ഡ്രൈവ് ആണെന്ന് പോലും എനിക്ക് സംശയം തോന്നുന്നത്. കാരണം 70-30 സ്പ്ലിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊരു പ്രോപ്പർ റെയർ വീൽ ഡ്രൈവ് ആയിട്ട് വരും. നമ്മളെ തള്ളിക്കൊണ്ട് പോകണത്. ബാക്കൊക്കെ ആക്ച്വലി വേവ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യമേ ചവിട്ടിയാനെടുത്തത്, കാരണം നമ്മൾ ഓടിച്ച് വരുന്നതിൻ്റെ ഒരു ഇത് കാരണം. പക്ഷേ വണ്ടി ഭയങ്കര ഒരു വണ്ടറാവുന്നത്. കാരണം ഇത് വെറും V6 ആണ്. V10 ഒക്കെയാണ് നമ്മൾ നേരത്തെ വണ്ടികളിൽ ഓടിച്ചത്. വെറും V6-ലാണ് അവർ ഇത്രയും പവർ ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് സാധാ നിസാൻ വണ്ടികളിലോട്ട് അവർ താഴോട്ട് കൊണ്ടുവരുന്നില്ല. എന്നാൽ നിസാൻ GTR-ൽ വേണ്ട ലക്ഷറി അല്ലെങ്കിൽ ഒരു പ്രീമിയം ടച്ചെങ്കിലും കൊടുക്കാം. ഇതിൻ്റെ ഡാഷൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. എയർ വെൻസും ഡാഷൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ഏത് നിസാനിനകത്തുള്ള സാധനമാണോ അതൊക്കെ തന്നെ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഇത്രയും അവരുടെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു കാർ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ഇപ്പോൾ ഇലക്ട്രിക് ഉണ്ടാക്കി വെച്ച് വളരെ ബോറിംഗ് ആയിട്ടുണ്ട്. അത്രയും ആക്കാതെ ആ ഒരു കമ്പസ്റ്റൻ എൻജിൻ വെച്ച് തന്നെ ഇതേ വണ്ടി തന്നെ ഒരുപക്ഷെ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ഒരുപക്ഷെ ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൂട്ടായിരിക്കും. അവർക്ക് എന്തായാലും ഇതൊരു സെയിലുള്ള നല്ല പോകുന്നൊരു വണ്ടിയാണ്. നല്ലൊരു എൻജിനാണ് എല്ലാ വണ്ടിക്കും വേണ്ടത്. അങ്ങനെ ഒരു എൻജിനിട്ട് ഇറക്കി വിടുകയാണ്. പക്ഷേ ഇതെല്ലാം ആഫ്റ്റർ മാർക്കറ്റിലാണെങ്കിലും ഭയങ്കര കസ്റ്റം ആയിട്ടുള്ള കാറുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നിസാൻ GTR വൈറ്റ് ചില വണ്ടികൾ ചില കളറുകളായിരിക്കും ഏറ്റവും. നിസാൻ GTR എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ വൈറ്റാണ്. ഇതൊരു ബ്രോൺസ് കളറാണ്. പക്ഷേ കളറിലല്ല കാര്യം, ആ വണ്ടി ഓടിക്കുന്നതിനാണെങ്കിൽ ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫീൽ. ഇത് ഏറ്റവും ചെറിയ സൈസുള്ള എൻജിൻ വെച്ചിട്ട് ഇത്രയും ബെസ്റ്റായിട്ട് ഓടിക്കുന്നത് ഭയങ്കര ടഫ് ഡിസിഷനായിരിക്കും ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് ഏത് വണ്ടിയാണ് ബെസ്റ്റ് എന്ന് പറയാൻ ഞാൻ നന്നായിട്ട് വിയർക്കും. അത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനോട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ പോർഷെ ഒരു ടർബോ എൻജിനുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ ആ സെഗ്മെൻറ്റിലുള്ളൊരു വണ്ടിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് കിട്ടിയ ചാൻസസ് ഈ 4 വണ്ടികളിൽ ഏതാണ് എനിക്ക് ഓടിച്ചാൽ ഇഷ്ടപ്പെട്ടത് മാത്രമേ ഇതിനകത്ത് പറയാൻ പറ്റത്തുള്ളൂ. ഇതൊരു V6. അവിടെ കിടന്ന് ആ V10 വേണേൽ കമ്പയർ ചെയ്യാം. Audi R8 ലാംബോർഗിനി ഹുറാക്കനുമായിട്ട് വേണേൽ കമ്പയർ ചെയ്യാം. 2 സെയിം എഞ്ചിനാണ്. അഗെയിൻ സെയിം എഞ്ചിൻ. പിന്നെ എന്തും പേര്
Yeah, like there's a bunch of turbo kicks in. It's Yeah. That's why it's known as Godzilla. You ever watched the Fast and Furious franchise? like, oh yeah. There's a guy, Paul Walker. He passed away. Yeah. And this guy has a huge garage with a lot of GTRs in it. അത് എനിക്കറിയാവുന്ന കുറച്ച് ഇൻഫർമേഷൻ പുള്ളിയായിട്ട് ഷെയർ ചെയ്ത്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എന്ന് പറയുന്ന മൂവി എന്നുള്ള ഇൻഫർമേഷൻ ആയിരുന്നു അത്. അതിനകത്തെ ആക്ടേഴ്സിൻ്റെ ഇൻഫർമേഷൻ യൂട്യൂബ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയതാണത്. I'd love to try the Tesla Plaid. Plaid? Yeah, that's really fast. I have heard. I heard, yeah, I was on the videos, like just smoking things away. Yeah. പുള്ളി ആ പറഞ്ഞതിൽ ഞാൻ ഇച്ചിരി ഞെട്ടിപ്പോയായിരുന്നു. പുള്ളി പറഞ്ഞത് എസ്പ്ലാഡ് ടെസ്ലയുടെ വണ്ടി ടെസ്റ്റ് ചെയ്യണമെന്നായിരുന്നു. പുള്ളി അത് ഭയങ്കര ഫാസ്റ്റർ കാറാണ് അത് പ്ലാഡ്. അന്നത്തെ സമയത്ത് 2 വർഷം മുമ്പത്തെ വീഡിയോ ആണ്. നല്ല ഫാസ്റ്റായിട്ടുള്ള കാറാണ്. അപ്പോൾ നമ്മൾ ഈ കൊക്കക്കോളയ്ക്കെതിരാണെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ ഈ ഇലക്ട്രിക് കാർസിനെതിരാന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, പിന്നെ ഞാൻ പറഞ്ഞില്ല. Got many races. ഇത് നമ്മുടെ ലാസ്റ്റ് പിറ്റ് സ്റ്റോപ്പാണ്. അതായത് ഓരോ തവണ സീറ്റ് സ്വിച്ച് ചെയ്യുമ്പോഴും കാർസ് സ്വിച്ച് ചെയ്യുമ്പോഴും ഇവരടുത്ത് നിർത്തും. അവിടെ നമുക്ക് ഫോട്ടോസ് എടുക്കാം, ആൾക്കാരായിട്ട് സംസാരിക്കാം, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇവന്മാരത് ചോദിക്കാം. അങ്ങനെ ലാസ്റ്റ് പാർട്ട് ഓഫ് ദിസ് വീഡിയോ, ഹൗ മച്ച് ഡിഡ് ഐ സ്പെൻഡ്, എത്ര രൂപ ചിലവാക്കി എന്ന് ചോദിക്കുമ്പോഴും എന്തിനു വേണ്ടി ചിലവാക്കി, ഇതൊരു ഫൺ ആക്ടിവിറ്റിയാണ്, അതിന് വേണ്ടിയിട്ട് ഇത്രയും പൈസ ചിലവാക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവില്ല. കാരണം ഇവർ പറഞ്ഞത് $399 പ്ലസ് ടാക്സസ് ആണ്. പക്ഷേ $399 കഴിഞ്ഞിട്ട് പ്ലസ് $100 ഗ്യാസസ് എന്ന് പറഞ്ഞു. ഓക്കെ, ഗ്യാസിൻ്റെ പ്രൈസ് $100 ഓക്കെയാണ്. അങ്ങനെ $499 പ്ലസ് ടാക്സസ്, അറൗണ്ട് $600 ആയി മൊത്തത്തിൽ ചിലവായത്. അത്രയും പൈസ ചിലവാക്കിയതിൽ മറ്റേ റിഗ്രറ്റ് ഉണ്ടോ, അതോ ഇതിൽ വർത്താണോ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ ടേക്കാണ്. നമുക്ക് എത്രമാത്രം ആഗ്രഹമുണ്ട് ഒരു നല്ല വണ്ടി ഈ പ്രായത്തിൽ. ഇപ്പോൾ ഈ ടൈമിനാണ് വില. ഈ മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഇത്ര പൈസയാണോ അതോ ആ മൊമെൻ്റാണോ വലുത് എന്നുള്ളതായിരിക്കും ആൻസർ. ഒരിക്കലും നിങ്ങളുടെ അടുത്ത് കടം മേടിച്ചോ അല്ലെങ്കിൽ പൈസ ഇല്ലാതെയോ ഇങ്ങനത്തെ ഒരു എടുത്തിയാട്ടം എന്നൊക്കെ പറയുന്ന പരിപാടികളിലോട്ട് പോകാൻ ഞാൻ പറയില്ല, അങ്ങനെ ആരും പറയത്തുമില്ല. ഇത് തന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയുടെ വായിരിക്കുന്നത് കേട്ടത് ചില്ലറയൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പൈസയുടെ കാര്യം ഇതിന് ശേഷമാണ് പറഞ്ഞത്. അതാണ് കമ്മിറ്റ്മെൻറ്റ്. മനസ്സിലായോ? But it's interesting because I put the We can beat. ഒരു കാര്യത്തോടെ ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് ഏത് വണ്ടിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പം ഏറ്റവും ബേസിൽ നിന്ന് തന്നെ തുടങ്ങാം. ബേസ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ ചെറിയ മാർജിനുള്ള ഇത് തമ്മിൽ. ഞാൻ പോർഷെ ഭയങ്കര എക്സ്പെക്റ്റേഷനിൽ വന്നുകൊണ്ടായിരിക്കാം പോർഷെ എനിക്ക് അത്ര എൻജോയ് ചെയ്യാൻ പറ്റിയില്ല, അത്ര അഗ്രസീവാണെന്ന് തോന്നിയില്ല. ഒരു പക്ഷേ ചിലപ്പോൾ പോർഷെ 911 ബേസിക് അല്ലെങ്കിൽ കെരറ മാത്രമായതുകൊണ്ടായിരിക്കും. ഒരു പക്ഷേ GT3 ഞാൻ ഏതൊക്കെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടുണ്ട് അതിനകത്തൊക്കെ ബെസ്റ്റ് ആണെന്നാണ് പറയുന്നത്. മാത്രമല്ല നമ്മൾ ആരാധിക്കുന്ന ഒരുപാട് ആൾക്കാർ, സെലിബ്രിറ്റീസിൻ്റെ അവിടെ തുടങ്ങി കാർ എന്തൂസിയാസ്റ്റിൻ്റെ അവിടെ എല്ലാം ആഗ്രഹം ഈ വണ്ടിയാണ്. ഒരുപക്ഷെ മേലോട്ടുള്ള വണ്ടികൾ അങ്ങനെ ആവാം, പക്ഷേ ഈ കാർ എനിക്ക് ഒരു സൈൻ ഓഫ് എ റിച്ച് അങ്ങനെ തോന്നിയുള്ളൂ. അതുകൊണ്ട് 4th പൊസിഷനിൽ കീപ്പ് ചെയ്യും. 3rd പൊസിഷനായിട്ട് എനിക്ക് തോന്നിയത് 3.8 ലിറ്റർ V6 ട്വിൻ ടർബോ നിസാൻ GTR പെർഫെക്റ്റ് ആയിരുന്നു. ആ കൊടുക്കുന്ന എഞ്ചിന് പെർഫെക്റ്റ്. 2nd and 1st ആർ വെരി ക്ലോസ്.
ആക്ച്വലി സെക്കൻഡ് കൊടുക്കുന്നത് ശരിയല്ല, എന്നാലും ലാംബോർഗിനി ഹുറാക്കാനാണ് എനിക്ക് സെക്കൻഡ് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റാണ് ലക്ഷറിയിലും, ഏറ്റവും ബെസ്റ്റാണ് എൻജിനിലും, ഏറ്റവും ബെസ്റ്റാണ് ഓടിക്കുന്നതിലും. കംഫോർട്ട് എന്നുള്ളത് ഒരൊറ്റ ഓപ്ഷനാണ് ഔഡി R8 മുമ്പോട്ട് നിർത്തുന്നത്. സെയിം എൻജിൻ, സെയിം പവർ, വെരി ഈസി ടു, എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും. പക്ഷേ വണ്ടിക്ക് മറ്റേതിൻ്റെ അത്രയും ലക്ഷറി ഇല്ല, ആ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ ഔഡി R8 ഓടിച്ച് നോക്കാത്തവർക്ക് ഔഡി R8 കൊണ്ടുപോകാൻ മനസ്സിലാവത്തില്ല. ഇന്ന് കണ്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ട്, പൈസ കളയാൻ വേറെ വല്ല മാർഗം ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷോ സം ലവ്. ആൻഡ് വൺ മോർ തിങ്, please take my advices on your own risk. ഇനി സന്ധിക്കും വരെ ഹസ്ത la vista, Taurachi. Bye bye.